ഹായ് ഫ്രണ്ട്സ്, വി ആർ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു ബാഡായിട്ടുള്ളൊരു ബാഡായി എന്ന് പറഞ്ഞാൽ എനിക്ക് സംഭവിച്ചൊരു ബാഡായിട്ടുള്ളൊരു സംഭവമാണ്. സംഭവം എന്താ വെച്ചാൽ, നമ്മൾ പലപ്പോഴും പല ആൾക്കാരും സ്കാമിൽ പെടുമല്ലോ. അതേപോലെ ഒരു ഓൺലൈൻ സ്കാമിൽ ഞാൻ പെട്ടു. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു ആപ്പ് ഞാൻ കയറ്റി. ഒരു ലോൺ എടുക്കാനുള്ള ഒരു ഓൺലൈൻ ലോണ് പേഴ്സണൽ ലോണിൻ്റെ ഒരു ആപ്പാണ്. അപ്പോൾ ഞാനത് ഇൻസ്റ്റാൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ഞാൻ എന്ത് ആപ്പ് കയറ്റുകയാണെങ്കിലും എങ്ങനത്തെ രീതിയിലുള്ള സാധനം കയറ്റുകയാണെങ്കിലും ഞാൻ അതിൻ്റെ A to Z കാര്യങ്ങൾ യൂട്യൂബിൽ പോയിട്ട് അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ചോദിച്ചിട്ടൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ചെയ്യാറ്. പക്ഷേ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മാത്രം ഞാനൊന്നും ശ്രദ്ധിച്ചില്ല. ഞാൻ നെഗറ്റീവായിട്ട് എടുത്തു. നെഗറ്റീവായി എടുക്കാന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല, ആ രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ട് ഞാനിതാക്കി. അങ്ങനെ ഭയങ്കര വെയിൽ, നല്ല ചൂടുണ്ട്, വേർത്ത് കുളിക്കും കാറിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ക്യൂബിസ് ലോൺ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. നിങ്ങൾ പല ആൾക്കാരും ചിലപ്പോൾ അങ്ങനത്തെ ആപ്പ് കയറ്റുക അല്ലെങ്കിൽ കാണാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ക്യൂബിസ് ലോൺ എന്നാണ് ആപ്പിൻ്റെ പേര്. അപ്പോൾ ഈ ആപ്പ് കയറ്റി ഞാൻ ജസ്റ്റ് എൻക്വയറി ചെയ്ത് എനിക്ക് വിചാരിച്ച പോലത്തെ ലോണ് കിട്ടിയില്ല അതിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻക്വയറി ചെയ്ത് ബാക്കാക്കി ഡാറ്റാസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത ആപ്പ്. പക്ഷേ ഒന്നര ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവർ വിളിച്ചിട്ട് എന്നോട്, ഇന്നലെ രാത്രി വിളിച്ചിട്ട് ഇവർ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ലോൺ എടുത്തിട്ടുണ്ട്, അപ്പോൾ 2 EMI ഉണ്ട്, അത് രണ്ടും അടയ്ക്കണം 3000 വെച്ചിട്ട്. ഹിന്ദിയിലാണ് സംസാരിച്ച്. അങ്ങനെ ഞാൻ കോളൊന്നും അറ്റൻഡ് ചെയ്തില്ല, ഞാൻ ബ്ലോക്ക് ചെയ്തിട്ട്. പിന്നെ ഒരിക്കൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ EMI അടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ നെവർ മൈൻഡിൽ എടുത്ത്. പിന്നെ എനിക്കൊരു വേറെ മെസ്സേജ്, EMI അടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫോട്ടോസ്, ന്യൂഡായിട്ടുള്ള ഫോട്ടോസ് കുറച്ചൊരു 10-15 ആൾക്കാരെ കോണ്ടാക്ട്സ് എനിക്ക് അയച്ചു തന്നിട്ട്, എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവർ തന്നെ അയച്ചു തന്നിട്ട് അവർക്ക് ഞങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കും, ഇതാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പാനിക്കായിട്ട് ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്ത്, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ചിന്തയിൽ വന്ന് ലാസ്റ്റ് ഞാൻ അച്ഛനെ കൂട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു കാര്യങ്ങളൊക്കെ കംപ്ലൈൻറ്റ് കൊടുത്തവിടെയുള്ള സാറ് പറഞ്ഞ് ടെൻഷൻ ആവണ്ട, ഇതൊക്കെ സർവ്വസാധാരണമാണ്, ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഡെയിലി നടക്കുന്നുണ്ട്, കുറേ ആൾക്കാർ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ തരലുള്ളതാണ്, അപ്പോൾ അതിന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ ആ സാറ് പറഞ്ഞ്, ഇനി കോൾ വരുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യാൻ നിൽക്കണ്ട, ബ്ലോക്ക് ചെയ്തിടുക. അതേപോലെ മെസ്സേജ് കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ മെസ്സേജ് ബ്ലോക്ക് ചെയ്ത്, വാട്സപ്പിൽ ആ മെസ്സേജ് ബ്ലോക്ക് ചെയ്തിട്ട് സ്റ്റാറ്റസ് സ്റ്റോറി വെക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇൻസ്റ്റയിലും വാട്സപ്പിലും സ്റ്റാറ്റസ് സ്റ്റോറി വെച്ച്, ഇങ്ങനെ ഹാക്ക് ആയിട്ടുണ്ട്, അപ്പോൾ എൻ്റെ പേരിൽ വരുന്ന മെസ്സേജിന് റിപ്ലൈ കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ ഞാൻ മെസ്സേജ് അയച്ചിട്ട്. പിന്നെ ഞാൻ ഇന്നലെ രാത്രി തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഞാനൊരു വീഡിയോ കണ്ടു. വീഡിയോയിൽ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ പാനിക് ആവാതെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ ചിലപ്പോൾ നമുക്ക് കുറേ വിളിക്കും, 100 കോൾ വന്നാലും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട, ബ്ലോക്ക് ചെയ്തിടുക. അതുപോലെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നോ പേയ്മെൻറ്റ് എന്ന് അയച്ചിട്ട് ചിരിക്കുന്ന ഇമോജി അയച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ അവർ പറയും, മോർഫ് ചെയ്ത് ഏതെങ്കിലും ഫോട്ടോ ഇട്ട് തന്നിട്ട് ഇത് ഞങ്ങളിങ്ങനെ ഇത്ര ആൾക്കാർക്ക് അയച്ചു കൊടുക്കും, കോൺടാക്ട് ലിസ്റ്റിലുള്ളവർക്ക് അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ നീ അയച്ചു കൊടുക്കണം എന്നുള്ള രീതിയിൽ സംസാരിക്കണം എന്ന് പറഞ്ഞു. അതൊക്കെ ആ വീഡിയോ കണ്ടപ്പോൾ ഒരു സമാധാനമായി. പിന്നെ ഞാൻ അന്ന് രാവിലെ ഒരു ലേഡീൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അവർക്ക് ഇതേപോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് അവർ സൈബർ സെല്ലിൽ പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്ത് പിന്നെ ഒരു 1 വീക്ക് നമ്മൾ സർവൈവ് ചെയ്താൽ മതി ഇങ്ങനത്തെ സിറ്റുവേഷനിൽ. അപ്പോൾ ഞാൻ പിന്നെ ആ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഒരു സമാധാനം കിട്ടി. പിന്നെ ഇന്ന് രാവിലെ കണ്ട വീഡിയോൻ്റെ താഴെ ഒരാൾ പറഞ്ഞു,
ഒരു കമൻറ്റ് ഞാൻ വായിച്ചത് എന്താണെന്ന് വെച്ചാൽ, അയാൾ പറഞ്ഞത്, ഞാനിതേപോലെ ഒരു ആപ്പ് കയറ്റിക്ക് സ്കാമിൽ പെട്ടിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഗാലറി, ക്യാമറ, നോട്ടിഫിക്കേഷൻ, ലൊക്കേഷൻ ഒക്കെ ആക്സസ് ഓൺ ആക്കിയിടും. അതൊക്കെ നമ്മളെ ആപ്പ് ഡിലീറ്റ് ചെയ്യണം മുന്നേ നമ്മളതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ആ അലോ കൊടുത്തൊക്കെ ഡോണ്ട് അലോ കൊടുക്കണം. എന്നിട്ട് ഞാൻ ആ ആപ്പ് ഇൻഫർമേഷനിൽ പോയിട്ട് ഇതൊക്കെ ഞാൻ ഡോണ്ട് അലോ കൊടുത്ത്, എന്തൊക്കെ അലോ ആയി കിടക്കേണ്ടതൊക്കെ ഡോണ്ട് അലോ കൊടുത്ത്, പിന്നെ ആ ആപ്പിൽ ഡാറ്റാസ് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു. അപ്പോൾ അതങ്ങനെ ചെയ്ത്. പിന്നെ അപ്പോൾ അതും കൂടി, ആ കമൻറ്റും കൂടി വായിച്ചപ്പോൾ സമാധാനമായി. പിന്നെ കുറേ ആൾക്കാർ പറയേണ്ടത് ഇതൊന്നും കാര്യമാക്കണ്ട, അതൊന്നും വിഷയമില്ല, അതിൽ കമൻറ്റിൽ ഞാൻ വായിച്ചു കുറേ. അപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായി, ഞാൻ എന്തായാലും ഇപ്പോൾ അത് സർവൈവ് ചെയ്തല്ലേ പറ്റുള്ളൂ. എനിക്കിപ്പോൾ ചാവാനൊന്നും പറ്റില്ലല്ലോ, ഞാൻ ഇപ്പോൾ എന്തായാലും ജീവിക്കും, അത് വേറെ കാര്യം. ഞാൻ എന്തായാലും എത്ര കാലം ആയുസുണ്ട് അത്രയും കാലം ഞാൻ ജീവിക്കും. അല്ലാതെ ഇവന്മാരെ വർത്താനം കേട്ടിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ സ്കാമിൽ പെട്ടിട്ട് നമ്മൾ ജീവിതം കളയണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ എനിക്ക് ഇന്നലെ പെട്ടെന്ന് പാനിക്കായി, പക്ഷെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ സമാധാനമായി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ സ്കാമിൽ ഇനി ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ ചിലപ്പോൾ 1 വർഷം 2 വർഷം അല്ലെങ്കിൽ വർഷങ്ങളോളം കഴിഞ്ഞിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഈ വീഡിയോസ് കണ്ടിട്ട് അന്ന് കാണുന്ന ആൾക്കാരായാലും ഇപ്പം കാണുന്ന ആൾക്കാരായാലും എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, മാക്സിമം ഇങ്ങനത്തെ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ സ്കാമിൽ പെടാതിരിക്കുക. ഞാനോ കുഴിയിൽ വീണ്, നിങ്ങളാരും കുഴിയിൽ വീഴാതിരിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളിൽ എല്ലാവർക്കും, എൻ്റെ വീഡിയോ കാണുന്ന ആരായാലും, ഇപ്പോൾ എത്ര കാലം കഴിഞ്ഞിട്ട് കാണുന്ന ആരായാലും അവർക്ക് അവരെ അടുത്തെത്തിക്കാൻ, അവരെ ഇതിലെത്തിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.